പ്ലെയിൻ വേവ് സൊല്യൂഷൻ ഓഫ് ഡിറാക് ഇക്വേഷൻ ആണ്. ഓക്കെ, പ്ലെയിൻ വേവ് സൊല്യൂഷൻ ഓഫ് ഡിറാക് ഇക്വേഷൻ ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. ഡിറാക് ഹാമിൽട്ടോണിയൻ നിങ്ങൾ മറന്നുണ്ടാവില്ല. എച്ച് ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ആൽഫ ഡോട്ട് പി പ്ലസ് ബീറ്റ എം സി സ്ക്വയർ ആണ്. അതുപോലെ തന്നെ ഡിറാക് ഇക്വേഷൻ എന്തായിരുന്നു? ഐ എച്ച് കട്ട് ഇൻറ്റു ഡോ സൈ ബൈ ഡോട്ട് ഈക്വൽ ടു സി ഇൻറ്റു ആൽഫ ഡോട്ട് പി സൈ പ്ലസ് ബീറ്റ എം സി സ്ക്വയർ സൈ. Now let the solution of Dirac equation is psi of x is equal to u of p into e raised to I by h cut into p dot x minus et. Okay, so equation number 1 ആയിട്ട് തന്നെ കൊടുക്കുക. ഇവിടെ യു ഓഫ് പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4 കമ്പോണൻറ്റ് സ്പൈനറാണ്. സ്പൈനർ എന്ന് ഉദ്ദേശിക്കുന്നത് സ്പിൻ സ്പേസിലുള്ള ഒരു വെക്റ്റർ. ഓക്കെ, സ്പിൻ സ്പേസിലുള്ള ഒരു വെക്റ്ററാണ് സ്പൈനർ. ഓക്കെ, നമ്മളെന്താണ് ഡിറാക് മെട്രിസസ് നമ്മൾ ഏത് സ്പേസിലാണ് ഡിസ്കസ് ചെയ്യുന്നത്? സ്പിൻ ഹാഫ് സ്പേസിലാണ്. ഓക്കെ, അപ്പോൾ സ്പിൻ ഹാഫ് സ്പേസിലുള്ള ഒരു വെക്ടറാണ് യു ഓഫ് പി. അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് യു ഓഫ് പി ഈസ് ഈക്വൽ ടു ഒരു കോളം വെക്ടറാണ് യു വൺ ഓഫ് പി, യു ടു ഓഫ് പി, യു ത്രീ ഓഫ് പി ആൻഡ് യു ഫോർ ഓഫ് പി. ഇനി ഞാൻ അതിനെന്ത് ചെയ്യാനൊരു 2 റോ ഉള്ള ഒരു ഒരു വെക്ടറായിട്ട്, അതായത് ഒരു കോളം മെട്രിക്സ് ആയിട്ട് എന്ത് ചെയ്യാണ് റെപ്രസെൻറ്റ് ചെയ്യാണ് വിയും ഡബ്ല്യുവും. ഓക്കെ, ഇതൊരു 4 കമ്പോണൻ്റ് ആയിട്ടുള്ള കോളം വെക്ടറാണ്. ഇതിന് ഞാൻ ഇതൊരു 2 കമ്പോണൻ്റ് ആയിട്ടുള്ളൊരു വെക്ടറായിട്ട് എന്ത് ചെയ്യാണ് ഡിഫൈൻ ചെയ്തു. ഓക്കെ, ഇവിടെ വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെട്രിക്സ് യു വൺ യു ടുവും, ഡബ്ല്യു എന്ന് പറഞ്ഞാൽ മെട്രിക്സ് യു ത്രീ യു ഫോറും ആണ്. ഓക്കെ, സോ where V is equal to matrix U1 of P, U2 of P and W is equal to matrix U3 of P, U4 of P. Okay, now E psi equal to H psi. ഇതാണ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇക്വേഷനിലേക്ക്, ഷ്രോഡിംഗർ ഇക്വേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, ഇവിടെ ഈ psi ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, അതിൽ ഏതൊക്കെ പാർട്ടാണെന്ന് ടൈം അല്ലേ, ടൈമിൻ്റെ പാർട്ട്, അതുപോലെ തന്നെ അതിൻ്റെ പൊസിഷൻ പാർട്ടും 2 പാർട്ട് കൂടി ഉണ്ടായിരിക്കും. ആൻഡ് ഡിപ്പെൻഡൻസ്. ഓക്കെ, പൊസിഷൻ ഡിപ്പെൻഡൻസും ടൈം ഡിപ്പെൻഡൻസും. ഇനി നമ്മളിതിൽ ഇ ഇൻറ്റു സൈ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു, യു ഓഫ് പി ഇൻറ്റു ഇ റൈസ് ടു ഐ ബൈ എച്ച് കട്ട് ഇൻറ്റു പി എക്സ് മൈനസ് ഇ ടി വിച്ച് ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ആൽഫ ഡോട്ട് പി യു ഓഫ് പി ഇ റൈസ് ടു ഐ ബൈ എച്ച് കട്ട് പി എക്സ് മൈനസ് ഇ ടി പ്ലസ് ബീറ്റ എം സി സ്ക്വയർ യു ഓഫ് പി ഇൻറ്റു ഇ റൈസ് ടു ഐ ബൈ എച്ച് കട്ട് പി എക്സ് മൈനസ് ഇ ടി. അപ്പോൾ ഇതിൽ എക്സ്പോണൻഷ്യൽ ഫാക്ടറുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്യാം. സോ ബാക്കിയുള്ള ടേം എന്ത് വരും, ഇ ഇൻറ്റു യു ഓഫ് പി ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ആൽഫ ഡോട്ട് പി യു ഓഫ് പി പ്ലസ് ബീറ്റ എം സി സ്ക്വയർ യു ഓഫ് പി. ഓക്കെ, ആൻഡ് ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പം യു ഓഫ് പി നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തു. ഓക്കെ, ഒരു മെട്രിക്സ് വി ഡബ്ല്യു എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തത്. സോ യു ഓഫ് പിയുടെ പ്ലേസിൽ മെട്രിക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സി ഇൻറ്റു ആൽഫ ഡോട്ട് പി മെട്രിക്സ് വി ഡബ്ല്യു പ്ലസ് ബീറ്റ എം സി സ്ക്വയർ മെട്രിക്സ് വി ഡബ്ല്യു. ഇവിടെ ആൽഫ ആൻഡ് ബീറ്റ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിറാക് മെട്രിക്സുകളായിരുന്നു. ആൽഫ ഇസ് ഈക്വൽ ടു എന്താണ് 0 സിഗ്മ 0 ആൻഡ് ബീറ്റ ഇസ് ഈക്വൽ ടു I 0 0 മൈനസ് I. ഓക്കെ, ദേ ആർ ഡിറാക് മെട്രിസസ്. ആൻഡ് നൗ we are substituting for alpha. So E VW is equal to C into substituting for alpha, that is alpha dot P. Alpha dot P will become 0 sigma dot P 0 into VW, that is our matrix U plus MC square into ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഇൻറ്റു എന്താണ് ബീറ്റ മെട്രിക്സ് is I 0 0 മൈനസ് I ഇൻറ്റു VW. നമ്മൾ ജസ്റ്റ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനാണ്. ഓരോ ഇ ഇൻറ്റു വി ഇസ് ഈക്വൽ ടു, അതുപോലെ തന്നെ അടുത്ത ഇക്വേഷൻ ഇ ഇൻറ്റു ഡബ്ല്യു ഈക്വൽ ടു, അങ്ങനെ 2 ഇക്വേഷൻസ് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ഇ വി ഇസ് ഈക്വൽ ടു സി ഇൻറ്റു സിഗ്മ ഡോട്ട് പി ഡബ്ല്യു പ്ലസ് എം സി സ്ക്വയർ വി. അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇ മൈനസ് എം സി സ്ക്വയർ ഇൻറ്റു വി ഇസ് ഈക്വൽ ടു സി ഇൻറ്റു സിഗ്മ ഡോട്ട് പി ഡബ്ല്യു. ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് കൊടുക്കുക. ഇനി നെക്സ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഇ ഡബ്ല്യു ഇസ് ഈക്വൽ ടു സി ഇൻറ്റു സിഗ്മ ഡോട്ട് പി, ഇങ്ങനെ. സോ സി ഇൻറ്റു സിഗ്മ ഡോട്ട് പി ഇൻറ്റു വി പ്ലസ് എം സി സ്ക്വയർ ഇൻറ്റു ഒരു മൈനസ് ഡബ്ല്യു ആണ് വരിക, ഇവിടെ മൈനസ് ഡബ്ല്യു. സോ അതിന് റീഅറേഞ്ച് ചെയ്യാം. ഇ പ്ലസ് എം സി സ്ക്വയർ ഇൻറ്റു ഡബ്ല്യു ഇസ് ഈക്വൽ ടു സി ഇൻറ്റു സിഗ്മ ഡോട്ട് പി ഇൻറ്റു വി. സോ പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 4.
സോ ഇതിൽ നിന്ന് നമുക്ക് വിയും ഡബ്ല്യുവും എന്താണ് രണ്ടിനും ഓരോ എക്സ്പ്രഷൻസ് കിട്ടും. സോ വി ഈസ് ഈക്വൽ ടു ഇ പ്ലസ് എം സി സ്ക്വയർ ഡബ്ല്യു ഡിവൈഡഡ് ബൈ സി ഇൻറ്റു സിഗ്മ ഡോട്ട് പി. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 5. Now W is equal to C into sigma dot P into V divided by E plus MC square, and that is equation number 6. ഇനി ഇക്വേഷൻ നമ്പർ 5, അതായത് വിയുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യാണ് 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇ മൈനസ് എം സി സ്ക്വയർ ഇൻറ്റു ഇ പ്ലസ് എം സി സ്ക്വയർ ഇൻറ്റു ഡബ്ല്യു ഡിവൈഡഡ് ബൈ സി ഇൻറ്റു സിഗ്മ ഡോട്ട് പി ഈസ് ഈക്വൽ ടു സി ഇൻറ്റു സിഗ്മ ഡോട്ട് പി ഇൻറ്റു ഡബ്ല്യു. പിന്നെ ഡബ്ല്യുവും ക്യാൻസൽ ചെയ്യാം. സോ ആ ഇക്വേഷൻ എന്ത് ചെയ്യണം, നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യാണ്. ഇ സ്ക്വയർ മൈനസ് എം സ്ക്വയർ സി റൈസ് ടു 4 ഈസ് ഈക്വൽ ടു സി സ്ക്വയർ സിഗ്മ ഡോട്ട് പി ദി ഹോൾ സ്ക്വയർ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇതിന് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു സി സ്ക്വയർ സിഗ്മ സ്ക്വയർ പി സ്ക്വയർ. നമ്മൾ എന്താ സിഗ്മയുടെ പ്രോപ്പർട്ടി പറയുന്നത് എന്താ, സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ നമുക്ക് എന്ത് കിട്ടി, ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ പി സ്ക്വയർ പ്ലസ് എം സ്ക്വയർ സി റൈസ് ടു 4. അപ്പോൾ നമുക്ക് എനർജിയുടെ എക്സ്പ്രഷൻ കിട്ടും. എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്വയർ റൂട്ട്. അപ്പോൾ നമുക്ക് എന്തൊരു പ്ലസ് റൂട്ടും വരും മൈനസ് റൂട്ടും വരും. സോ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് പി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എം സ്ക്വയർ സി റൈസ് ടു 4. ദാറ്റ് ഈസ് എന്താണ് ഇ പ്ലസ്. സോ പ്ലസ് റൂട്ടിന് ഞാൻ ഇ പ്ലസ് എന്ന് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇ പ്ലസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എം സ്ക്വയർ സി റൈസ് ടു 4. ആൻഡ് ഇ മൈനസ് എന്ന് പറഞ്ഞാൽ മൈനസ് റൂട്ട് ഓഫ് പി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എം സ്ക്വയർ സി റൈസ് ടു 4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എനർജി ഈഗൻ വാല്യൂസ് കിട്ടി. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് എന്താണ് എനർജി, അതായത് പോസിറ്റീവ് എനർജി ഉണ്ട് നെഗറ്റീവ് എനർജി ഉണ്ട്. അപ്പം എന്താണ് ഈ പോസിറ്റീവ് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടായിരിക്കും, ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. പോസിറ്റീവ് എനർജി ഈഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും, ഒരു 1-2 ഫംഗ്ഷൻസ്. അതുപോലെ തന്നെ നെഗറ്റീവ് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഫംഗ്ഷൻസ് എങ്ങനെ വരുമെന്ന് നോക്കാം. സോ കേസ് 1, സോ ഈസ് ഗ്രേറ്റർ ദാൻ 0. ഈ എനർജി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ ഇ പ്ലസ് ആയിരിക്കും നമ്മളവിടെ കൺസിഡർ ചെയ്യുന്ന എനർജി. അപ്പോൾ അത് മറക്കരുത്. ഇവിടെ ഞാനിപ്പം ഇ എന്ന് പറയുന്നൊരു ടേം വരികയെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അവിടെ എടുക്കുന്ന എനർജി എന്താണ്, ഇ പ്ലസ് ആണ്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് പി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എം സ്ക്വയർ സി റൈസ് ടു 4. പോസിറ്റീവ് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷനായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ അതാണ് കേസ് 1. ഓക്കെ, വേർ ഇ ഈസ് ഈക്വൽ ടു ഇ പ്ലസ്. ഓക്കെ, സോ ഇവിടെ ഇ പ്ലസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, റൂട്ട് ഓഫ് പി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എം സ്ക്വയർ സി റൈസ് ടു 4 ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു സൈ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഒരു 4 എലമെൻറ്റ്സ് ഉള്ള ഒരു കോളം മെട്രിക്സ് ആയിരുന്നു സൈ എന്ന് പറഞ്ഞാൽ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ, അതിന് 4 ഡിഗ്രീസ് ഓഫ് ഫ്രീഡാണ് ഉള്ളതെന്നാണ്. പക്ഷെ നമ്മൾ അനലൈസ് ചെയ്ത് എന്തായിരുന്നു, പ്ലസ് ഓർ മൈനസ് ഹാഫ് മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. പക്ഷെ എന്താ, പക്ഷേ സൈ എന്ന് പറയുന്നതിന് 4 കമ്പോണൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ അതെന്താണ്, ശരിക്കും 4 ഡിഗ്രീസ് ഓഫ് ഫ്രീഡാണ് നമ്മുടെ സിസ്റ്റത്തിന് വേണ്ടത്. പക്ഷെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റിയത് ഏത് മാത്രമായിരുന്നു, പ്ലസ് ഓർ മൈനസ് h/2 എന്ന് പറയുന്ന ഈഗൻ വാല്യൂ മാത്രമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എന്താണ്, ഇവിടെ നെഗറ്റീവ് എനർജിയുടെ കേസ് കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോഴാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 2 വാല്യൂസ് കൂടി എടുക്കാൻ പറ്റും. അങ്ങനെ ടോട്ടൽ നമുക്ക് എന്ത് കിട്ടും, 4, അതായത് സൈ 4 കമ്പോണൻ്റ് ആണെങ്കിൽ 4 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ആ ഒരു കാര്യം കൂടിയും ഇവിടെ മൈൻഡിൽ വയ്ക്കുക. ഓക്കെ, ഇനി നമ്മൾ കേസ് 1 നേരത്തെ പറഞ്ഞ പോലെ ഇ ഗ്രേറ്റർ ദാൻ 0, ഇ ഈസ് ഈക്വൽ ടു ഇ പ്ലസ് ആണ്. ഇനി നമ്മൾ ചൂസ് ചെയ്യുക, വി ഈസ് ഈക്വൽ ടു 1 0 എന്ന് ചൂസ് ചെയ്യുക. വി 1 0, വി എന്ന് പറയുന്നത് മറക്കരുത് എന്തായിരുന്നു, വി ഈസ് ഈക്വൽ ടു എന്താ, U1-ൻ്റെയും U2-ൻ്റെയും അല്ലേ 2 കമ്പോണൻസ് ഉള്ളൊരു മെട്രിക്സ് ആയിരുന്നു. ഓക്കെ, സോ അതിന് ഞാൻ ഏറ്റവും സിംപ്ലസ്റ്റ് കേസ് എടുത്തു 1 0. അതായത് ഒന്ന് സ്പിൻ അപ്പ് സ്റ്റേറ്റ് 1 0 ആൻഡ് 0 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിൻ ഡൗൺ സ്റ്റേറ്റ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് കേസ് എടുത്തു, വി ഈസ് ഈക്വൽ ടു 1 0 എന്ന് പറയുന്നതിന് ചൂസ് ചെയ്തു. ഓക്കെ, ആൻഡ് അതിന് നമ്മൾ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എന്താണ്, സി ഇൻറ്റു സിഗ്മ ഡോട്ട് പി വി ഡിവൈഡ് ബൈ ഇ പ്ലസ് എം സി സ്ക്വയർ ആണ്. അപ്പോൾ അതിൽ വിയുടെ വാല്യൂ നമ്മൾ ജസ്റ്റ് കൊടുക്കുക. വിയുടെ വാല്യൂ എന്ന് വെച്ചാൽ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈ സി ബൈ ഇ പ്ലസ് എം സി സ്ക്വയർ ഇൻറ്റു സിഗ്മ ഡോട്ട് പിന്ന് നമുക്ക് എന്ത് എഴുതാം, കമ്പോണൻസ് ആക്കിയിട്ട് എഴുതാമല്ലോ. അതായത് സിഗ്മ 1 P1, ഇവിടെ 1-ന് എന്താണ് സിഗ്മ എക്സും എക്സ് വൈ സെഡ് ആയിരിക്കും. സോ സിഗ്മ എക്സ് പി എക്സ് പ്ലസ് സിഗ്മ വൈ പി വൈ പ്ലസ് സിഗ്മ സെഡ് പി സെഡ് ഇൻറ്റു മെട്രിക്സ് 1 0.
സോ ഡബ്ല്യു ഈസ് ഈക്വൽ ടു സി ബൈ ഇ പ്ലസ് എം സി സ്ക്വയർ ഇൻറ്റു ഇവിടെ നമ്മൾ സിഗ്മയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിഗ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, പോളിയുടെ സ്പിൻ മെട്രിക്സുകളാണ്. സോ നമുക്കറിയാം അതിൻ്റെ വാല്യൂ 3 മെട്രിക്സ് ആണുള്ളത്. സോ ജസ്റ്റ് എന്ത് ചെയ്യുക, സിഗ്മയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സിഗ്മ എക്സ് 0 1 1 0 ഇൻറ്റു പി എക്സ് പ്ലസ് 0 മൈനസ് ഐ 0 ഇൻറ്റു പി വൈ പ്ലസ് 1 0 0 മൈനസ് 1 ഇൻറ്റു പി സെഡ്. ദെൻ പുറത്തൊരു മെട്രിക്സ് 1 0 ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തതിന് മൾട്ടിപ്ലൈ ചെയ്യാം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്, കാരണം ഇതെല്ലാം ഡിറാക്കിൻ്റെ മെത്തേഡാണ്. നമ്മൾ ഡിറാക്ക് ഫോളോ ചെയ്യുന്നതെല്ലാം മെട്രിക്സ് മെത്തേഡ് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ലെങ്തി വളരെ പേജ് കുറേ ഉണ്ട്, പക്ഷേ സ്റ്റെപ്പുകൾ ഈസി ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സി ബൈ ഇ പ്ലസ് എം സി സ്ക്വയർ ഇൻറ്റു ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക 0 പി എക്സ് 0 പ്ലസ് 0 മൈനസ് ഐ പി വൈ 0 പ്ലസ് പി സെഡ് 0 0 മൈനസ് പി സെഡ് പുറത്തൊരു 1 0. So we get W is equal to C by E plus MC square. ഇവിടെ E plus MC square ആണ്. Into first PZ, then PX minus IPY, then PX plus IPY, then minus PZ into 1 0. Okay, ഇവിടെ C by W equal to C by E plus MC square into PZ. Next px minus ipy into px plus py minus pz 1 0. That is equal to c by ഇവിടെ c by e plus mc square into pz px plus ipy. Now എന്ത് ചെയ്യണം, px plus ipy നെ p പ്ലസ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. അതേപോലെ തന്നെ അടുത്ത കേസ് എന്ത് വരും, px മൈനസ് ipy നെ നമ്മൾ p മൈനസ് എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ w will become w is equal to pzc divided by e plus mc square, then c into px plus ipy into e divided by e plus mc square. So u1 of p will become, ഇപ്പോൾ w ആണ് നമുക്ക് കിട്ടിയ u1 of p എന്ന് പറഞ്ഞാൽ മെട്രിക്സ് വി ഡബ്ല്യു പറഞ്ഞിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്. സോ സം n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ചൂസ് ചെയ്യുകയാണ് ചെയ്തത്. വി എന്ന് പറഞ്ഞിട്ട് 1 0 എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ചൂസ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന് നോർമലൈസേഷൻ ചെയ്യണം. സോ ആ നോർമലൈസേഷൻ കോൺസ്റ്റൻ്റ് ആണ് ഇവിടെ n എന്ന് പറയുന്നത്. സോ സം n ഇൻറ്റു മെട്രിക്സ് വി ഡബ്ല്യു. ഓക്കെ, സോ ദാറ്റ് ഈസ് n ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ചൂസ് ചെയ്തു 1 0. ദെൻ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, w കണ്ടുപിടിച്ചു. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സി പി സെഡ് ഡിവൈഡഡ് ബൈ ഇ പ്ലസ് എം സി സ്ക്വയർ ഇൻറ്റു സി പി പ്ലസ് ഇ പ്ലസ് എം സി സ്ക്വയർ. ഓക്കെ, സോ u1 കിട്ടി. ഇപ്പോൾ u1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഒരു സ്പിൻ അപ്പ് സ്റ്റേറ്റ് ആയിരിക്കും. അതായത് നമ്മുടെ പോസിറ്റീവ് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പിൻ അപ്പ് സ്റ്റേറ്റ് ആണ് എന്ത് നമ്മുടെ u ഓഫ് p എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഇപ്പം നമ്മൾ വി ആദ്യം നമ്മൾ 1 0 എന്ന് പറയുന്ന കേസാണ് ചൂസ് ചെയ്തത്. ഇനി നമ്മൾ വി 0 1 ആയിട്ട് ചൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ അപ്പോൾ എന്ത് വേണ്ടി വരും, നമ്മൾ നോർമലൈസേഷൻ കോൺസ്റ്റൻ്റ് നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പുകൾ തന്നെയാണ്. എവിടെ മാത്രമേ വ്യത്യാസം വരുള്ളൂ, ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 0 പകരം ഇവിടെ മെട്രിക്സ് 0 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. സോ w ഈസ് ഈക്വൽ ടു സി ബൈ ഇ പ്ലസ് എം സി സ്ക്വയർ ഇൻറ്റു പി സെഡ് ഇൻറ്റു പി എക്സ് മൈനസ് ഐ പി വൈ ഇൻറ്റു പി എക്സ് പ്ലസ് ഐ പി വൈ മൈനസ് പി സെഡ് ഇൻറ്റു 0 1. ഇത് നമ്മൾ എന്ത് ചെയ്യണം, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. സി ബൈ ഇ പ്ലസ് എം സി സ്ക്വയർ ഇൻറ്റു പി എക്സ് മൈനസ് ഐ പി വൈ മൈനസ് പി സെഡ്. ദാറ്റ് ഈസ് ഇവിടെ പി എക്സ് മൈനസ് ഐ പി വൈനെ പി മൈനസ് ആയിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സോ സി ബൈ ഇ പ്ലസ് എം സി സ്ക്വയർ ഇൻറ്റു പി മൈനസ് ഇൻറ്റു മൈനസ് പി സെഡ്. സോ വി ഗെറ്റ് u2 ഓഫ് p ഈസ് ഈക്വൽ ടു സം n ഇൻറ്റു ദാറ്റ് ഈസ് സം നോർമലൈസേഷൻ കോൺസ്റ്റൻറ്റ് ഇൻറ്റു നമ്മൾ ചൂസ് ചെയ്ത 0 1. ദെൻ നമുക്ക് കിട്ടിയ w c ഇൻറ്റു പി മൈനസ് ഡിവൈഡ് ബൈ ഇ പ്ലസ് എം സി സ്ക്വയർ. നെക്സ്റ്റ് മൈനസ് സി ഇൻറ്റു പി സെഡ് ഡിവൈഡ് ബൈ ഇ പ്ലസ് എം സി സ്ക്വയർ. സോ ഇവിടെ u2 ഓഫ് p നേരത്തെ സ്പിൻ അപ്പ് സ്റ്റേറ്റ് ആയിരുന്നു, ഇവിടെ അത് സ്പിൻ ഡൗൺ സ്റ്റേറ്റ് ആണ്. സോ u2 ഓഫ് p ഈസ് ദ സ്പിൻ ഡൗൺ സ്റ്റേറ്റ് വിത്ത് പോസിറ്റീവ് എനർജി. ഓക്കെ, അപ്പോൾ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൻ വാല്യൂവും അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഒരു സ്റ്റേറ്റ് നമുക്ക് കിട്ടി. ഇനി കേസ് 2 ആണ്, ഇ ലെസ് ദാൻ 0. എനർജി 0ലും കുറവെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇ മൈനസ്, അതായത് നെഗറ്റീവ് ഓഫ് റൂട്ട് ഓഫ് പി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എം സ്ക്വയർ 0/4 ആയിരിക്കും. ഇ മൈനസ് ആണ് അവിടെ എനർജി വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ എനർജി എല്ലാം ഈ കേസിൽ എനർജി ഇ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇ പ്ലസ് ആണ്. ഓക്കെ, നമ്മളങ്ങനെ കേസ് 1 എന്ന് പറഞ്ഞിട്ടല്ലേ എഴുതി. അപ്പോൾ ഇവിടെ കേസ് 2ൽ ഇ മൈനസ് വരും. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ w നമ്മൾ ചൂസ് ചെയ്തു. w ഈസ് ഈക്വൽ ടു 1 0
ആൻഡ് വിയുടെ ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു സി ഇൻറ്റു സിഗ്മ ഡോട്ട് പി ഡിവൈഡഡ് ബൈ ഇ മൈനസ് എം സി സ്ക്വയർ ഇൻറ്റു ഡബ്ല്യു. സോ നമ്മൾ നെഗറ്റീവിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ വി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് സി ഇൻറ്റു സിഗ്മ ഡോട്ട് പി ഡിവൈഡ് ബൈ ഇ പ്ലസ് എം സി സ്ക്വയർ ഇൻറ്റു ഡബ്ല്യു. ഓക്കെ, സോ വി ഈസ് ഈക്വൽ ടു നമ്മൾ ആർക്ക് നേരത്തെ ചെയ്ത അതേപോലത്തെ സ്റ്റെപ്പ് തന്നെ മൈനസ് സി ബൈ ഇ പ്ലസ് എം സി സ്ക്വയർ ഉണ്ട്. ദെൻ സിഗ്മ ഡോട്ട് പിന്നെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. സിഗ്മ എക്സ് പി എക്സ് പ്ലസ് സിഗ്മ വൈ പി വൈ പ്ലസ് സിഗ്മ സെഡ് പി സെഡ് ഇൻറ്റു ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്തത് 1 0 ആണ്. സോ ഇവിടെ 1 0 മെട്രിക്സ് 1 0 വന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു അഗെയിൻ കോൺസ്റ്റൻ്റ് അല്ല മൈനസ് സി ബൈ ഇ പ്ലസ് എം സി സ്ക്വയർ എന്ന് പറയുന്ന ടേം ഉണ്ട്. ദെൻ ഹിയർ ഓൾസോ എന്ത് ചെയ്തു, സിഗ്മയുടെ വാല്യൂ നമ്മൾ കൊടുത്തു. അതായത് മെട്രിക്സ് പോളിസ്പിൻ മെട്രിക്സ് ആണ്. അപ്പോൾ ആ മെട്രിക്സിൻ്റെ വാല്യൂ സിഗ്മ എക്സ് സിഗ്മ വൈ സിഗ്മ സെറ്റ് കൊടുത്ത് പി എക്സ് വെച്ചിട്ട് എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ആ സ്റ്റെപ്പ് വീണ്ടും റിപ്പീറ്റ് ചെയ്യണില്ല. നമുക്ക് കിട്ടുന്ന മെട്രിക്സ് എന്തായിരിക്കും, പി സെറ്റ് പി എക്സ് മൈനസ് ഐ പി വൈ പി എക്സ് പ്ലസ് ഐ പി വൈ മൈനസ് പി സെറ്റ് ഇൻറ്റു 1 0. ഓക്കെ, സോ ഇതിനെ അഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്തു. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ സി ബൈ ഇ പ്ലസ് എം സി സ്ക്വയർ ഇൻറ്റു പി സെറ്റ് പി എക്സ് പ്ലസ് ഐ പി വൈ എന്ന് കിട്ടി. സോ അതിന് നമുക്ക് എന്തെഴുതാം, u4 ഓഫ്, സോ വി ഗോട്ട് ബി ഈസ് ഈക്വൽ ടു മൈനസ് സി പി സെറ്റ് ഡിവൈഡഡ് ബൈ ഇ പ്ലസ് എം സി സ്ക്വയർ ഇൻറ്റു മൈനസ് സി പി എക്സ് പ്ലസ് ഐ പി വൈ ബൈ ഇ പ്ലസ് എം സി സ്ക്വയർ. ഓക്കെ, സോ u3 ഓഫ് പി അഗെയിൻ n ഇൻറ്റു വി ഡബ്ല്യു. സോ ദാറ്റ് ഈസ് സം n ഇൻറ്റു മൈനസ് സി പി സെറ്റ് ഡിവൈഡ് ബൈ ഇ പ്ലസ് എം സി സ്ക്വയർ ദെൻ മൈനസ് സി ഇൻറ്റു പി പ്ലസ് ഇ പ്ലസ് എം സി സ്ക്വയർ. ഇവിടെ പി പ്ലസ് എന്ന് പറഞ്ഞാൽ പി എക്സ് പ്ലസ് ഐ പി വൈ ആണ്. ദെൻ 1 0. ഓക്കെ, അപ്പോൾ ഇവിടെ u3 ഓഫ് പി എന്ന് പറഞ്ഞാൽ നമ്മൾ കേസ് 2 ആണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ എന്തായിരുന്നു, നെഗറ്റീവ് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പിൻ അപ്പ് സ്റ്റേറ്റ് ആണ്. u3 ഓഫ് പി എന്ന് പറഞ്ഞാൽ സ്പിൻ അപ്പ് സ്റ്റേറ്റ് കറസ്പോണ്ടിങ് ടു നെഗറ്റീവ് എനർജി. നൗ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ 0 1 ആയിട്ട് എടുത്തു. നേരത്തെ ചെയ്ത പോലെ തന്നെ വി ഈസ് ഈക്വൽ ടു മൈനസ് സി ബൈ ഇ പ്ലസ് എം സി സ്ക്വയർ ഇൻറ്റു പി സെഡ് ദെൻ പി എക്സ് മൈനസ് ഐ പി വൈ ദെൻ പി എക്സ് പ്ലസ് ഐ പി വൈ മൈനസ് പി സെഡ് ഇൻറ്റു 0 1. സോ ഓൺ multiplication we get minus c by e plus mc square into px minus ipy then minus pz, that is equal to vz. V is equal to minus c into px minus ipy divided by e plus mc square then c into pz divided by e plus mc square. So we can write okay, u4 of p is equal to minus c p minus divided by e plus mc square and c into pz divided by e plus mc square and 0 1. ഇതാണ് നമ്മുടെ u4 of p എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സ്റ്റേറ്റ് ആണിത്, സ്പിൻ ഡൗൺ സ്റ്റേറ്റ് ആണ്, കറസ്പോണ്ടിങ് ടു നെഗറ്റീവ് എനർജി ലെവൽസ്. നമുക്ക് എന്ത് ചെയ്യണം, നോർമലൈസേഷൻ കോൺസ്റ്റൻറ്റ് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. സോ ഏത് കണ്ടീഷനാണ് നമുക്കറിയാം, യു ഡാഗർ യു ഈക്വൽ ടു 1. ഓക്കെ, സോ നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് കണ്ടുപിടിച്ചത് വെച്ച് ചെയ്യാണ്. സോ യു വൺ ഡാഗർ ഇൻറ്റു യു ഇസ് ഈക്വൽ ടു 1 ആണ്. സോ യു നമുക്കറിയാലോ എന്തായിരുന്നു, കോളമെട്രിക്സ് ആയിരുന്നു 1 0 സി പി സെറ്റ് ബൈ ഇ പ്ലസ് എം സി സ്ക്വയർ സി പി പ്ലസ് ഇ പ്ലസ് എം സി സ്ക്വയർ. അപ്പോൾ അതിൻ്റെ ഡാഗർ എന്ന് പറഞ്ഞാൽ നമ്മളതിന് റോ മെട്രിക്സ് ആയിട്ട് എടുക്കും. ഇവിടെ പി പ്ലസ് എന്നുള്ളത് ഇവിടെ പി മൈനസ് ആയിട്ട് മാറി. കാരണം എന്താണ്, ഐ എന്നുള്ള അതായത് പി എക്സ് പ്ലസ് ഐ പി വൈ എന്ന് പറഞ്ഞാൽ പി എക്സ് മൈനസ് ഐ പി വൈ ആയിട്ട് മാറും. ഇനി നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അതിനെ മൾട്ടിപ്ലൈ ചെയ്തു. എൻ സ്ക്വയർ പുറത്തുണ്ട്, മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 1 പ്ലസ് സി ഇൻറ്റു പി സെറ്റ് ബൈ ഇ പ്ലസ് എം സി സ്ക്വയർ ദി ഹോൾ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പി മൈനസ് പി പ്ലസ് ഡിവൈഡ് ബൈ ഇ പ്ലസ് എം സി സ്ക്വയർ അതിൻ്റെ സ്ക്വയർ ഈക്വൽ ടു 1. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ പി മൈനസ് ഇൻറ്റു പി പ്ലസ് എന്ന് പറഞ്ഞാൽ പി എക്സ് സ്ക്വയർ പ്ലസ് പി വൈ സ്ക്വയർ കിട്ടുക. അല്ലെങ്കിൽ ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. പി മൈനസ് എന്ന് പറഞ്ഞാൽ പി എക്സ് മൈനസ് ഐ പി വൈയും പി പ്ലസ് എന്ന് പറഞ്ഞാൽ പി എക്സ് പ്ലസ് ഐ പി വൈ ആണ്. അപ്പോൾ രണ്ടും കൂടി ചെയ്ത് നമുക്ക് കിട്ടുക പി എക്സ് സ്ക്വയർ പ്ലസ് പി വൈ സ്ക്വയർ ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ നമുക്ക് എന്താണ്, ഈ ഇ പ്ലസ് എം സി സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോമൺ ആണ്. അപ്പോൾ അതിന് നമ്മൾ ഒരുമിച്ച് എഴുതി. ദെൻ ബാക്കിയുള്ളത് എന്ത് വരും, സി സ്ക്വയർ പി എക്സ് സ്ക്വയർ പ്ലസ് പി വൈ സ്ക്വയർ പ്ലസ് പി സെഡ് സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇതെന്താ, ഈ പി എക്സ് സ്ക്വയർ ഇത് ഒരുമിച്ച് നമുക്ക് പി സ്ക്വയർ എന്ന് എഴുതാമല്ലോ. സോ
we get n square into 1 plus c square p square divided by e plus nc square the whole square equal to 1. That is n എന്ന് പറഞ്ഞാൽ n is equal to 1 plus c square p square divided by e plus nc square the whole square raised to minus 1 by 2 എന്ന് വരും. അതാണ് നോർമലൈസേഷൻ കോൺസ്റ്റൻറ്റ്. ഇനി ഇപ്പോൾ നമുക്ക് എന്താണ് 4 സ്റ്റേറ്റുകൾ കിട്ടി. അതായത് നെഗറ്റീവ് എനർജിയും കൂടി ഇൻക്ലൂഡ് ചെയ്തപ്പോൾ നമുക്ക് 4 സ്റ്റേറ്റുകൾ കിട്ടി. അതായത് 4 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെന്ന് മനസ്സിലായി. കറസ്പോണ്ടിങ് ടു സൈ എങ്ങനെയാണ് നമുക്ക് കിട്ടിയൊരു 4 കമ്പോണൻറ്റ് വെക്ടറായിട്ടാണ് കിട്ടിയത്. ഓക്കെ, ഇനി സിഗ്മ ഡി, സിഗ്മ എന്ന് വെച്ചാൽ നമ്മുടെ ഡിറാക് മെട്രിസസ് ആണ്. സിഗ്മ ഡി, ഓക്കെ, വിച്ച് ഈസ് സിഗ്മ 0 0 സിഗ്മ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ. ഇത് നമുക്ക് എന്ത് വെരിഫൈ ചെയ്യാൻ പറ്റും? സിഗ്മ 3 ഡി ഇൻറ്റു u1 ഓഫ് പി ഈസ് ഈക്വൽ ടു u1 of p and sigma 3 d into u2 of p is equal to minus u2 of p. Sigma 3 d into u3 of p is equal to u3 of p. Sigma 3 d into u4 of p is equal to minus u4 of p. നമുക്ക് വെരിഫൈ ചെയ്യാം. ഇതെന്താ ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് വെരിഫൈ ചെയ്യാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ സിഗ്മ ഡി നമുക്കറിയാം, സിഗ്മയുടെ വാല്യൂ നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുക. u1ഉം u2ഉം എല്ലാം നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്കിങ്ങനെ വെരിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ എന്താണ് u1ഉം u2 എന്താ നമ്മൾ പറഞ്ഞു? സ്പിൻ അപ്പ് സ്റ്റേറ്റുകളാണ് കറസ്പോണ്ടിങ് ടു പോസിറ്റീവ് എനർജി. അതേപോലെ തന്നെ u3യും u4 എന്താണ്? സ്പിൻ ഡൗൺ സ്റ്റേറ്റ്, സ്പിൻ അപ്പ് ആൻഡ് സ്പിൻ ഡൗൺ സ്റ്റേറ്റ് ഫോർ നെഗറ്റീവ് എനർജി. ഓക്കെ, ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു കാര്യം ചെയ്യുകയാണ്. അതായത് നമ്മൾ 4 എണ്ണം കണ്ടുപിടിച്ചു. u1 u2 u3 u4 എന്ന് പറയുന്ന സ്റ്റേറ്റുകൾ നമുക്ക് കിട്ടി. അപ്പോൾ അതിൽ u1 u2 ദാറ്റ് ഈസ് കംപ്ലീറ്റ്നെസ് തിയറം ഉണ്ട്. കംപ്ലീറ്റ്നെസ് തിയറം എന്താണ്? ഒരു ക്ലോസ്ഡ് ഹിൽബർട്ട് സ്പേസ് എങ്ങനെയാണ് ഫോം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി ആയിരുന്നു. അപ്പം കെറ്റ് u1 കെറ്റ് u1 ബ്രാ u1 ഈസ് ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ യൂന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഈ ഒരു സെറ്റ് എന്ത് ചെയ്യുന്നൊരു ക്ലോസ്ഡ് ഹിൽബർട്ട് സ്പേസ് ഫോം ചെയ്യും അല്ലേ? പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഓൾറെഡി ഫസ്റ്റ് നമ്മൾ വിചാരിച്ചിരുന്നെങ്കിൽ പ്ലസ് എച്ച് കട്ട് ബൈ 2 ആൻഡ് മൈനസ് എച്ച് കട്ട് ബൈ 2 മാത്രം നമുക്ക് കിട്ടുന്നില്ല. അപ്പം സമ്മേഷൻ ഓവർ, ഇവിടെ സമ്മേഷൻ ഉണ്ട്. അപ്പോൾ സമ്മേഷൻ ഓവർ 1 to 2 ദാറ്റ് ഈസ് r is equal to 1 to 2 ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് u1 ഓഫ് പി ഇൻറ്റു u ഡാഗർ 1 ഓഫ് പി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല? ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് അല്ല കിട്ടുക, ഓർ ഐ അല്ല നമുക്ക് കിട്ടുന്നത്, നോട്ട് ഈക്വൽ ടു ഐ ആണ്. അത് ചെയ്ത് നോക്കുക. അത് അത്യാവശ്യം എഴുതാനുണ്ട്, അപ്പോൾ നിങ്ങളത് ചെയ്യുക. മൾട്ടിപ്ലിക്കേഷൻ തന്നെ. അപ്പോൾ നോട്ട് ഈക്വൽ ടു ഐ ആണ് കിട്ടുക. പക്ഷേ നമ്മളെന്താണ്? സമ്മേഷൻ ഓവർ ആർ ഈക്വൽ ടു 1 to 4, ആർ ഫ്രം 1 to 4 ചെയ്യുക. അതായത് u1 u2 u3 u4 എല്ലാം കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മുടെ കംപ്ലീറ്റ്നെസ് തിയറം വെച്ചിട്ട് സമ്മേഷൻ ഓവർ ആർ ഫ്രം 1 to 4 കെറ്റ് u ഓഫ് പി ആൻഡ് ബ്രാ u ഡാഗർ ഓഫ് പി ഈസ് ഈക്വൽ ടു ഐ. അങ്ങനെ നമുക്ക് എഴുതാം. ഇത് യു ഡാഗറിൻ്റെ പേരിലാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് എഴുതാം. ഇവിടെ സമ്മേഷൻ ഉണ്ടായിരിക്കും, ഇവിടെ യു ഉണ്ടാവും. ഓക്കെ, സമ്മേഷൻ ഫ്രം ആർ ഈക്വൽ ടു 1 to 4 ആണ്, ഈസ് ഈക്വൽ ടു 1 എന്ന് കംപ്ലീറ്റ്നെസ് തിയറം വെച്ച് പറയാം. അപ്പോഴും നമുക്ക് എന്ത് മനസ്സിലായി? കംപ്ലീറ്റ്നെസ് തിയറം വെച്ചിട്ട് 4 എണ്ണം, ഈ 4 എണ്ണം, അതായത് ഈ ഒരു കംപ്ലീറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഏത് വരും? u1 u2 u3 u4 ഇതെല്ലാം കൂടി ചേർന്നാണ് നമുക്ക് എന്ത് ചെയ്യൊരു ക്ലോസ്ഡ് ഹിൽബർട്ട് സ്പേസ് ഫോം ചെയ്യാം. ഓക്കെ, സോ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവ് എനർജി അതായത് പോസിറ്റീവ് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റുകൾ മാത്രം ചേർന്നതല്ല ഒരു ഹിൽബർട്ട് സ്പേസ്. അതായത് പോസിറ്റീവ് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അപ്പ് സ്റ്റേറ്റും ഡൗൺ സ്റ്റേറ്റും മാത്രം ചേർന്നതല്ല ഒരു ഹിൽബർട്ട് സ്പേസ്. എന്താണ്? ഒരു നെഗറ്റീവ് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അപ്പ് സ്റ്റേറ്റും ഡൗൺ സ്റ്റേറ്റും, അങ്ങനെ മൊത്തം 4 സ്റ്റേറ്റുകൾ ചേർന്നിട്ടാണ് ഒരു ക്ലോസ്ഡ് ഹിൽബർട്ട് സ്പേസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് ഇനീഷ്യലി നമുക്കൊരു പോസിറ്റീവ് എനർജി പാർട്ടിക്കിളാണ് ഉള്ളത്. എന്നാലും അതിനെന്തിലേക്ക് ട്രാൻസിഷൻ ചെയ്യാൻ പറ്റും? ഒരു നെഗറ്റീവ് എനർജി പാർട്ടിക്കിളായിട്ട്, അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി സ്റ്റേറ്റിലേക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസിഷൻ ചെയ്യാൻ പറ്റും ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഫീൽഡ്. ഓക്കെ, സോ നെഗറ്റീവ് എനർജി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിനെ ഒഴിവാക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, PDF ക്ലിയർ ഇല്ല. അപ്പോൾ നോൺ റിലേറ്റിവിസ്റ്റിക് ലിമിറ്റ്, നമ്മൾ ഈ പറഞ്ഞ കേസിൻ്റെ തന്നെ നോൺ റിലേറ്റിവിസ്റ്റിക് ലിമിറ്റ് ഒന്ന് നോക്കി നോക്കാം. എന്തായിരുന്നു? E എന്ന് പറഞ്ഞാൽ
ഓക്കെ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എം സ്ക്വയർ സി റേസ് ടു 4 ആണ്. അപ്പോൾ നോൺ റിലേറ്റിവിസ്റ്റിക് ലിമിറ്റിൽ എങ്ങനെയാണ് പി മച്ച് ലെസ് ദാൻ എം സി. ഓക്കെ ദാറ്റ് ഈസ് നമുക്ക് എന്ത് ചെയ്യാം, പി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേം എന്തായിട്ട് മാറി, 0 ആയിട്ട് മാറി. ദാറ്റ് ഈസ് ഇ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് വരും, ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ ആയിട്ട് വന്നു. അപ്പോൾ നമ്മുടെ u1 ഓഫ് പി, u2 ഓഫ് പി, u3 ഓഫ് പി, u4 ഓഫ് പി, ആ 4 നിങ്ങൾ എടുത്ത് നോക്കുക. അപ്പോൾ അതിൽ u1 ഓഫ് പി നോക്കുക. u1 ഓഫ് പിയിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇത് വിയും ഇത് വിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതും ഇത് ഡബ്ല്യുവിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നു. അപ്പോൾ എന്താണ് ഫസ്റ്റത്തെ ഈ 2 ടേമിന് മാറ്റില്ല, കാരണം നമ്മളത് ചൂസ് ചെയ്തതായിരുന്നു അല്ലേ, 1 0 എന്ന് പറഞ്ഞ് ചൂസ് ചെയ്ത്. പക്ഷേ എന്താണ് അടുത്ത ടേമുകൾ നോക്കുക, ഡബ്ല്യുവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോക്കുക, എന്താ അവിടെ ഇക്വേഷൻ നോക്കുക. അപ്പോൾ എന്താണ് ഒരു ഡിനോമിനേറ്ററിൽ എന്ത് വരും, എന്താണ് 0 എന്നുള്ളൊരു ടേം വരും അല്ലേ. നമ്മുടെ ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ ആകുമ്പോൾ എന്തായി മാറിയത്, അത് ഡിക്രീസ് ചെയ്ത് അതെന്തായിട്ട് മാറിയത് 0യിലേക്ക് വരികയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ സ്മോൾ കമ്പോണൻ്റ് എന്ന് പറയും, ഇതിന് നമ്മൾ ലാർജ് കമ്പോണൻ്റ് എന്ന് പറയും. ഓക്കെ, അത് ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ u2 ഓഫ് പി എന്ന് പറഞ്ഞാൽ ഇതും എന്താണ് 0 1, അതായത് ലാർജ് കമ്പോണൻ്റ് ആണ്, നമ്മൾ ചൂസ് ചെയ്തതാണ്. മറ്റോടത്തും എന്ത് വരും, നമ്മുടെ നോൺ റിലേറ്റിവിസ്റ്റിക് ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ എന്തായിട്ട് മാറിയ 2 കമ്പോണൻറ്റ് 0യിലേക്ക് ടെൻഡ് ചെയ്തു. ഓക്കെ 0 ആയിട്ട് മാറി. പിന്നെ അതിന് അപ്പുറത്തേക്ക് ഡിക്രീസ് ഇല്ലല്ലോ, അപ്പോൾ 0 ആയിട്ട് മാറി. അപ്പോൾ ഇതിന് ഇവിടെയും എന്താണ്, ഇതിന് നമ്മൾ സ്മോൾ കമ്പോണൻറ്റ്, മറ്റേത് ലാർജ് കമ്പോണൻറ്റ് എന്ന് പറയും, u2 ഓഫ് പി. അപ്പോൾ u1 ഓഫ് പി, u2 ഓഫ് പി, ദെൻ u3 ഓഫ് പിയും എന്താണ് ഇതേപോലെ തന്നെ 0 0. ഇവിടെ എന്താണ്, ഇവിടെ ഫസ്റ്റ് 2 കമ്പോണൻസിലാണ് എന്ത് വരുന്നത് 0യിലേക്ക് അത് ഡിക്രീസ് ചെയ്ത് കൊളാപ്സ് ചെയ്ത് പോകുന്നു. ദെൻ അടുത്തത് 1 0 തന്നെ വരും. അതേപോലെ u4 ഓഫ് പി എന്ന് പറഞ്ഞാൽ 0 0 വരും, ദെൻ 0 1. അപ്പോൾ ഇതാണ് നോൺ റിലേറ്റിവിസ്റ്റിക് ലിമിറ്റിൽ. ഇവിടെ നിന്ന് മനസ്സിലാവുന്നൊരു കാര്യം എന്താണ് എന്ന് വെച്ചാൽ ഇത് 0 0 ആയിട്ട് പോവല്ലേ. സോ നമുക്ക് എന്താ u1 u2 എന്ന് പറയുന്നത് എന്ത് മാത്രമായിട്ട് മാറി, ഒരു 2 കമ്പോണൻ്റ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ. കാരണം ഇവിടെ മെട്രിക്സിൽ ആകെ 2 എലമെൻറ്റേ ഉള്ളൂ, മറ്റേത് ഇല്ലല്ലോ. അപ്പോൾ 2 കമ്പോണൻറ്റ് വേവ് ഫംഗ്ഷനായിട്ട് മാറി. ഈ u1 ഉം u2 എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 കമ്പോണൻറ്റ് വേവ് ഫംഗ്ഷനായിട്ട് റിഗാർഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്ലോസ്ഡ് ഹിൽബർട്ട് സ്പേസിൽ 2 കമ്പോണൻ്റ് ഉള്ള ഒരു വെക്ടറാണ് സ്പാൻ ചെയ്യുന്നത്. ഓക്കെ 4 കമ്പോണൻ്റ് അല്ല. അതിൻ്റെ അർത്ഥം എന്താണ്, ഈ പോസിറ്റീവ് എനർജി പാർട്ടിക്കിൾ എന്തായിട്ട് തന്നെ റിമെയിൻ ചെയ്യും. എങ്ങനെ തന്നെ തുടരും, പോസിറ്റീവ് എനർജി പാർട്ടിക്കിളായിട്ട് തന്നെ റിമെയിൻ ചെയ്യും. എന്താണ് ഇൻട്രാക്ഷൻസ് ഉണ്ടെങ്കിലും പോസിറ്റീവ് എനർജി പാർട്ടിക്കിളായിട്ട് തന്നെ റിമെയിൻ ചെയ്യും. ഓക്കെ അവിടെ എന്താണ് ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രോബ്ലം അറൈസ് ചെയ്യുന്നില്ല. ഓക്കെ